ഹലോ സ്റ്റുഡൻസ്, വെൽക്കം. നമ്മൾക്കിന്ന് ബഡ്ജറ്റ് ലൈനിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. എ കൺസ്യൂമർ വാണ്ട്സ് ടു കൺസ്യൂം 2 goods. Prices of 2 goods are ₹4 and ₹5 respectively. Income of the consumer is ₹20. Write the equation of the budget line. അപ്പോൾ നമ്മളോട് ആദ്യം തന്നിരിക്കുന്ന ഇൻഫർമേഷൻ 2 ഗുഡ്സ് ഉണ്ട്, 2 സാധനങ്ങളുണ്ട്. ഒന്നാമത്തതിൻ്റെ വില 4 രൂപയാണ്, അഞ്ചാമത്തതിൻ്റെ വില 5 രൂപയാണ്. അപ്പോൾ ഇൻകം ഓഫ് ദ കൺസ്യൂമർ 20 രൂപയാണ്. മാക്സിമം അയാൾക്ക് ചിലവഴിക്കാൻ സാധിക്കുന്നത് 20 രൂപയാണ്. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല സ്ക്രീനിൽ കാണിക്കുന്നു. P1x1 plus P2x2 is less than or equal to M. അപ്പോൾ P1 എന്താണ്? പ്രൈസ് ഓഫ് ഗുഡ് 1. ഒന്നാമത്തെ ഗുഡിൻ്റെ വില 4 രൂപയാണ്. സോ P1 is equal to 4. P2 is equal to 5. ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ M വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ M എത്രയാണ്? 20 രൂപയാണ്. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. P1 4x1 plus 5x2 equal to 20. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അടുത്തത്, ഹൗ മച്ച് ഓഫ് ഗുഡ് 1 ക്യാൻ ദ കൺസ്യൂമർ കൺസ്യൂം ഇഫ് ഷീ സ്പെൻഡ്സ് ഹർ എൻറ്റയർ ഇൻകം ഓൺ ദാറ്റ് ഗുഡ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എൻറ്റയർ ഇൻകം ഈ ഗുഡ് 1 ചിലവഴിച്ചാൽ, അതായത് ഗുഡ് 2 മേടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഹൗ മച്ച് ഓഫ് ഗുഡ് 1 ക്യാൻ ഷീ ബൈ. എൻറ്റയർ ഇൻകം നമ്മൾ ഗുഡ് 1 സ്പെൻഡ് ചെയ്യുവാണ്. അപ്പോൾ ആദ്യം തന്നെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് എഴുതാം. 4x1 പ്ലസ് 5x2 ഇസ് ഈക്വൽ ടു 20. നമ്മളോട് പറയുന്നത് എന്താണ്? ഗുഡ് 1 മാത്രമേ മേടിക്കുന്നുള്ളൂ, ഗുഡ് 2 മേടിക്കുന്നില്ല. അതായത് x2 0 ആണ്, x2 മേടിക്കുന്നില്ല. അപ്പോൾ എങ്ങനെ കിട്ടും? 4x1 ഇസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. ഇനി കാരണം എന്താ? x2ൻ്റെ അവിടെ ഞാൻ 0 കൊടുത്തു. അപ്പോൾ 5 × 0 ഇസ് 0. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. സോ 4x1 ഇസ് ഈക്വൽ ടു 20. So x1 is equal to 20 by 4. So x1 is equal to 5. So how much of good 1 can consumer consume? She can consume 5 units. For 5 units. രണ്ടാമത്തെ ചോദ്യം, how much of good 2 can she consume if she spends her entire income on that good? അപ്പോൾ വീണ്ടും ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതുന്നു. 4x1 plus 5x2 is equal to 20. ഇപ്രാവശ്യം ഗുഡ് 2 മാത്രമേ മേടിക്കുന്നുള്ളൂ, ഗുഡ് 1 മേടിക്കുന്നില്ല. വിച്ച് മീൻസ് x1 എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. സോ ഇത് 0 ആയിപ്പോവും. 4 × 0 is 0. 5x2 is equal to 20. 5x2 is equal to 20 സോൾവ് ചെയ്യുമ്പോൾ x2 is equal to 20 by 5. That is equal to 4. അപ്പോൾ എത്ര എണ്ണം മേടിക്കാം? 4 യൂണിറ്റ്സ് മേടിക്കാം. 4 യൂണിറ്റ്സ്. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു, സ്ലോപ്പിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് മൈനസ് ഓഫ് P1 ബൈ P2 ആണ്. P1 എത്രയാണ്? -4 by P2 is 5. -4 by 5. Slope is -4 by 5. That is equal to, ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ -0.8 എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് ഇസ് ദ ആൻസർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ പ്രോബ്ലം ചെയ്ത് നോക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.